മഗ്‌രിബിന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് കേട്ടോ തറവാട്ടിൽ നിന്ന് പെരേക്ക് പോരുന്നത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ റോട്ടിലൂടെ ഇലയും പുല്ലൊക്കെ പറിച്ചിട്ട് ആകെ വെതറിയിടുകയാണ് കേട്ടോ. ഈ ഒരു സമയമായാൽ ഇവർ വീട്ടിൽ കയറാതെ ഇങ്ങനെ ഓരോ പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓലൊക്കെ വീട്ടിലേക്ക് ആക്കുന്ന ആ ഒരു സമയത്ത് എളാമ്മ വീണ്ടും വിളിച്ചു കേട്ടോ, കുറച്ച് പായസം ഉണ്ട് അതും കൂടിയും കൊണ്ടേക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെയും തറവാട്ടിലേക്ക് തന്നെ ഇറങ്ങി. എളാമ്മാൻ്റെ വക പായസം കിട്ടിയതാണ്. പായസം ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ഞാനത് താത്താൻ്റെ കയ്യിൽ കൊടുത്ത് താത്ത ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് കുറേശ്ശെ ആക്കി കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഒപ്പിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു പായസം വിഷുവിൻ്റെ പായസമാണ്. എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. എളാമ്മ തന്നപ്പോൾ ഞങ്ങളത് വാങ്ങി കുടിച്ച്. എളാമ്മക്ക് തറവാട്ടുകാരോ കൊടുത്താണ് കേട്ടോ. എളാപ്പാൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്നാണെന്ന് അറിയില്ല. ഞങ്ങളത് ചോദിച്ചിട്ടൊന്നുമില്ല, നമുക്ക് പായസം കിട്ടിയാൽ കുട്ടികളൊക്കെ അതാ വരിക്ക് നിർത്തിയിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു കേട്ടോ. എന്നിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കുടിച്ചു. പിന്നെ അമ്മക്കും ഉണ്ടാവില്ലല്ലോ, കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം.